ഭാരതീയ സ്ത്രീ നാട്യകലകളുടെ ഒരു ഉദാഹരണമായിട്ട് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷ പ്രേമലത ശർമ്മ കേരളത്തിൽ നിന്ന് ഒരു അഭിനേത്രിയെ കണ്ടെടുക്കുകയുണ്ടായി. നമ്മുടെ ഈ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീമതി ഉഷ നങ്ങ്യാരാണ്. കേരളത്തിന്റെ തനത് നാടക സങ്കല്പങ്ങൾ ഇന്നും ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടിയാട്ടത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഈ കലാരൂപത്തെക്കുറിച്ചും ഈ കലാരൂപം ജീവിതമാർഗമാക്കിയും പ്രശസ്തയായ ശ്രീമതി ഉഷ നങ്ങ്യാരോടൊപ്പം ഈ നിമിഷങ്ങളെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. കേരളത്തിലെ ഒരു ക്ഷേത്ര സങ്കല്പങ്ങളിൽ ശരിക്കും ഒരു അടിയന്തരം പോലെ നടന്നിരുന്ന ഒരു കലാരൂപമാണ് കൂടിയാട്ടം. പക്ഷെ ആ അടിയന്തര പ്രക്രിയകളിൽ നിന്നൊക്കെ മാറി ഇന്ന് കൂടിയാട്ടത്തെ ഒരു കലാരൂപമായി കാണുവാനും അതിന്റെ ആസ്വാദനത്തിന്റെ തലം വളരെ ഉയർന്നു നിൽക്കുവാനും അഭിനയ സാധ്യതയുള്ള കുറെ മുഹൂർത്തങ്ങളെ കേരളത്തിന് സമ്മാനിക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഈ കലാരൂപത്തെക്കുറിച്ച് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും തുടങ്ങി വന്ന സാഹചര്യത്തെക്കുറിച്ചും ടീച്ചർക്ക് എങ്ങനെയാണ് ടീച്ചർ അതിനെ വിലയിരുത്തുന്നത്? കൂത്തുകൂടിയാട്ടം ഒരു കാലത്ത് ക്ഷേത്ര കേന്ദ്രീകൃതമായി മാത്രം നടന്നു പോന്നിരുന്ന കലാരൂപങ്ങളാണ്. അത് എന്ന് തുടങ്ങിയെന്ന് നമുക്ക് കൃത്യമായിട്ടൊരു കാലനിർണയം ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും ഏതാണ്ട് 1000-ഓളം വർഷം പഴക്കം അവകാശപ്പെടാവുന്ന ഈ കൂത്തുകൂടിയാട്ടം എന്ന ഈ കലാരൂപങ്ങള് നാം കാണുന്ന സമയത്ത് ക്ഷേത്ര കേന്ദ്രീകൃതങ്ങളായി മാത്രം ചെയ്തു പോന്നിരുന്ന കലാരൂപങ്ങളാണ്. തുടർന്ന് 1950കളിലാണ് കൂത്തും കൂടിയാട്ടവും ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഈ പുറത്തേക്ക് വന്ന് തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും അവസ്ഥ വളരെ മോശമായിട്ടുള്ള ഒരു നിലയിലായിരുന്നു. കാരണം ക്ഷേത്രങ്ങളിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ അടിയന്തരമായി മാത്രം നിലനിന്നു പോന്നിരുന്ന, കുടുംബങ്ങളുടെ അവകാശമായി മാത്രം നിലനിന്നു പോന്നിരുന്ന, അതും ചടങ്ങ് മാത്രമായി ഒരു അനുഷ്ഠാനം എന്ന പോലെ കുടുംബങ്ങൾ നിർവഹിച്ചു പോന്നിരുന്ന കലാരൂപങ്ങളായി, അപ്പോഴും കലാരൂപം എന്ന് പറയാൻ പറ്റില്ല, ഭക്തിയുടെയും കുടുംബ വിഷമങ്ങൾ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയുള്ള ഒരു രീതിയിൽ അവര് പുലർത്തി പോന്നിരുന്ന കലാരൂപങ്ങളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മാറ്റം വന്നത് 50കളിലാണ്. അതിന്റെ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു ജീവിതയാത്ര എപ്പോഴും ക്ഷേത്രങ്ങളും മറ്റുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഞാൻ കേരളത്തിന്റെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും ഒരു കാലഘട്ടത്തിന്റെ ശരിയായ പ്രതാപത്തിന്റെ ഒരു വക്കുടഞ്ഞ പാത്രമായിട്ട് ക്ഷേത്രത്തിന്റെ, ഇപ്പോഴും എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിന്റെ എല്ലാ ഇടങ്ങളിലും വളരെ ഗംഭീരമാക്കിയാൽ പോലും കൂത്തമ്പലം വളരെ ഒരു ഗ്ലൂമി അന്തരീക്ഷം വഹിച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. അതൊരു കാലഘട്ടത്തിന്റെ കേരളത്തിന്റെ തനത് രൂപമായ ഒരു നാട്യരൂപത്തെ ഒന്നുമില്ലായ്മയിലേക്ക് എത്തിച്ചിരുന്ന ഒരവസ്ഥയുണ്ട്. ശരിക്കും പറഞ്ഞ പോലെ വഴിപാടിന്റേതുപോലെയൊക്കെ കണ്ടിരുന്നത്. ഇപ്പോഴും കോട്ടയം ജില്ലയിലെ പല ക്ഷേത്രങ്ങളിലും നാമം മാത്രമായിട്ട് നടത്തുന്ന, അതായത് ഒരു വഴിപാട് പോലെ ഇന്ന് നമ്മൾ പറയുന്നത് പോലെ നടക്കുന്ന ഒരു ചടങ്ങായിരുന്നു. പക്ഷെ അതെല്ലാം മാറിയിട്ട് കേരളത്തിൽ ഇപ്പോ ഒരു ശക്തമായ സാന്നിധ്യം ഈ നാട്യകലയായ ഈ കൂടിയാട്ടത്തിന് വന്നിട്ടുണ്ട്. അതില് ആദ്യം കേൾക്കുന്ന പേര് ടീച്ചറിന്റെ തന്നെയാണ്. അപ്പോ ഈ നങ്ങ്യാർ കൂത്തിലേക്ക് എത്തിപ്പെട്ട ആ സാഹചര്യം അതെങ്ങനെയാണ്? നങ്ങ്യാർ കൂത്തിലേക്ക് എത്തിപ്പെട്ട സാഹചര്യം ഞാൻ തികച്ചും അത്തരം ഒരു പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്പ്യാർ, ചാക്യാർ സമുദായങ്ങൾ പണ്ടുകാലം മുതൽക്ക് അവരുടെ ജീവിതോപായമായിട്ട് ക്ഷേത്രങ്ങളിൽ പുലർത്തിക്കൊണ്ടുപോന്നിരുന്ന കലാരൂപങ്ങളാണല്ലോ ഈ കൂത്തുംകൂടിയാട്ടം. അതില് നമ്പ്യാർ സമുദായം എന്ന് പറയുന്ന ആ സമുദായക്കാര് കൂത്തുകൂടിയാട്ടങ്ങളുടെ വാദ്യവിഭാഗവും സ്ത്രീ വിഭാഗവും കൈകാര്യം ചെയ്തിരുന്ന കുലങ്ങളാണ്. അവര് ക്ഷേത്രത്തിൽ ഇത് അടിയന്തരം പോലെ വളരെ ഭക്തിപൂർവം കൊണ്ടു നടന്നു പോന്നിരുന്ന ഒരു ജീവിത ഉപാധി തന്നെയാണ് കൂത്തുംകൂടിയാട്ടം. അതില് ഞാൻ നമ്പ്യാർ കുടുംബത്തിലെ അംഗമാണ്. അച്ഛൻ കൂത്തുംകൂടിയാട്ടവും മിഴാവ് ചെയ്തിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം അച്ഛൻ മൂത്ത മകനായി എന്നതുകൊണ്ട് തന്നെ ആ കാലമൊക്കെ ആയപ്പോഴത്തേക്കും മൂത്ത ഒരാളെ
കുടുംബത്തിന്റെ അടിയന്തര കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ഏൽപ്പിക്കുകയും അതെ മറ്റ് ആൾക്കാര് ഇതര തൊഴിലുകൾ തേടി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അച്ഛന്റെ മകൾ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം എന്റെ കുടുംബത്തിലെ മറ്റു കുട്ടികളെക്കാൾ കൂടുതലായിട്ട് ഞാൻ ഈ കൂടിയാട്ടത്തിൽ എത്തിപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ടാവുക. തുടങ്ങിയ കാലത്തും കൂത്തിലും കൂടിയാട്ടത്തിലും ഉറച്ചു നിൽക്കും, അതിലൊരു ഭാവി അങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് സ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്ന സമയം മുതൽക്കാണ് ഇതിലേക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തത്. ശരിക്കും പറഞ്ഞാല് 1000 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ആ കാലഘട്ടം നിശ്ചയിക്കുന്ന ഈ കലയ്ക്ക് ഒരു പുനർജീവനം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അത് ഏത് പീരീഡിലായിരുന്നു? അത് ആരായിരുന്നു അതിനെ അങ്ങനെ ഒരു തിരിച്ചുവരവ് കൊണ്ടുവരാൻ കാരണം? ക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കൂത്തും കൂടിയാട്ടവും ആദ്യമായി ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നത് കൃത്യം കാലം പറയുകയാണെങ്കിൽ 1949 കൂത്ത് ആദ്യം പുറത്തേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് 56 കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിലാണ് ആദ്യമായി കൂടിയാട്ടം പുറത്ത് അവതരിപ്പിക്കുന്നത് പബ്ലിക്കിന് വേണ്ടി. തുടർന്ന് 1965 കേരള കലാമണ്ഡലത്തില് ആദ്യമായിട്ട് കൂത്തിനും കൂടിയാട്ടത്തിനും കളരി സ്ഥാപിതമാവുന്നത്. അതുവരെ കുടുംബങ്ങളിൽ അമ്മാവൻ മരുമക്കൾ അല്ലെങ്കിൽ നമ്പ്യാർ കുടുംബങ്ങളാണെങ്കിൽ മുത്തശ്ശി അമ്മ മകള് ആ ഒരു ക്രമത്തിൽ അഭ്യസിച്ചു പോന്നിരുന്ന ഈ കലാരൂപം കുടുംബങ്ങളിൽ നിന്ന് വിട്ട് സ്ഥാപനങ്ങളിലേക്ക് ചേക്കേറുന്നതും അതുപോലെ തന്നെ ഈ ജാതിക്കാര് എന്നുള്ള ഒരു നിയന്ത്രണം വിട്ട് ഇതര ജാതിക്കാർക്കും ഇത് പഠിക്കാമെന്നായതും കൂത്തിനെയും കൂടിയാട്ടത്തിനെയും ഇന്ന് സർവ്വജന സമക്ഷത്തിലേക്ക് എത്തിച്ചതും ആ കാലഘട്ടത്തിലാണ്. അതിന് ഏറ്റവും അധികം നമുക്കുള്ള എല്ലാ ഇതും അർപ്പിക്കേണ്ടത് യേശശരീരനായിട്ടുള്ള പൈങ്കുളം രാമചാക്യാർ. അദ്ദേഹമാണ് ഇതിനെ പുറത്തേക്ക് ജനകീയമാക്കാനായിട്ടുള്ള ആദ്യത്തെ പടി ചെയ്തത്. എഡിറ്റ് ചെയ്ത കൂടിയാട്ടങ്ങൾ ഉണ്ടാവുക, മറ്റേത് പൂർണ്ണ അവതരണ കൂടിയാട്ടങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ. പൂർണ്ണാവതരണം എന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തെ കളിയായിട്ട്? അത് സാധാരണ സംസ്കൃത നാടകങ്ങളാണല്ലോ കൂടിയാട്ടത്തിന് ഉപയോഗിക്കുക. സംസ്കൃത നാടകങ്ങൾ തന്നെ നമ്മളൊരു നാടകം എടുത്ത് തുടർച്ചയായി അഭിനയിക്കുക എന്നുള്ളൊരു പതിവ് കൂടിയാട്ടത്തിലില്ല. നാടകത്തിനെ എടുത്തിട്ട് അത് കുറെ അംഗങ്ങളായിട്ട് നാടകം വിഭജിച്ചിട്ടുണ്ടാവും, ഓരോ ഭാഗങ്ങളായിട്ട് ആക്ടുകളായിട്ട് വിഭജിച്ചിട്ടുണ്ടാവും. ഈ ഓരോ അംഗങ്ങളെയും എടുത്ത് ഒരുപാട് ദിവസം കൊണ്ടാണ് കൂടിയാട്ടമായിട്ട് അവതരിപ്പിക്കുക. അത് കൂടിയാട്ടത്തിന്റെ ഒരു ഘടനയാണ്. അതാണ് കൂടിയാട്ടത്തിന്റെ ഒരു പൂർണ്ണ അവതരണ രീതി. കൂടിയാട്ടത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്നു, പുരുഷ കഥാപാത്രം അങ്ങനെ വരുന്നു. അങ്ങനെയാണ് പണ്ട് മുതൽക്കേ അത് എല്ലാ സംസ്കൃത നാടകങ്ങളിലും. അപ്പൊ തത്തുല്യമായ പ്രാധാന്യം രണ്ടുപേർക്കും ഒരേ സമയത്തുണ്ട്. പൊതുവെ സംസ്കൃത നാടകങ്ങളിലൊക്കെ തന്നെ പുരുഷപാത്രങ്ങളെ പുരുഷന്മാരും സ്ത്രീപാത്രങ്ങളെ സ്ത്രീപാത്രങ്ങളും ചെയ്യുക, അതാണ് വിധി. ഇന്നും അത് തന്നെയാണ് നടന്നു വരുന്നത്. അപ്പൊ സംസ്കൃത നാടകാഭിനയ പാരമ്പര്യം നമ്മുടെ ഭാരതത്തിന്റെ അവശേഷിക്കുന്ന ഒരു രൂപം എന്ന് പറയുന്നത് ഇന്ന് കൂടിയാട്ടം മാത്രമാണ്. അത് കേരളത്തിൽ മാത്രമാണ്. ഈ വളരെയധികം അഭിനയ പ്രാധാന്യമുള്ള ഒരു ഇത് തന്നെയാണ്. പക്ഷെ അത്ര തന്നെ മെയ്വഴക്കം കൂടി വേണ്ട ഒരു ഇതല്ലേ ഒരു കലാരൂപം. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചത് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് സ്ത്രീകൾ തന്നെ വേഷമിടുന്നു, പുരുഷന് പുരുഷന്റേതായതാണ്. പക്ഷെ ഈ രണ്ടും ഒരേ വേദിയിൽ ഒരേ സമയത്ത് പ്രദർശിപ്പിക്കേണ്ടി വരുമ്പോൾ സ്ത്രീകൾക്ക് ഈ ഇത്രയേറെ ആയാസ ഉള്ളതായിട്ടുള്ള ഈ കലയും ഇതുകൊണ്ട് ചേർന്ന് പോകില്ലേ? അഭ്യാസം രണ്ട് പുരുഷവേഷത്തിനായാലും സ്ത്രീവേഷത്തിനായാലും ഒരുപോലെയാണ്. കളരിയിൽ ഒരുപോലെ അഭ്യസിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഏതോ ഒരു പക്ഷേ ക്ഷേത്ര കേന്ദ്രീകൃതമാകുന്നതിന്റെ കൂടിയാട്ടം ക്ഷേത്ര കേന്ദ്രീകൃതമാകുന്നതിന് മുമ്പ് ഒരു പക്ഷേ ഈ കൂടിയാട്ടം എന്ന കലാരൂപം രൂപീകരിച്ചു വന്നൊരു ഘട്ടം ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ 1000-2000 വർഷത്തെ പഴക്കം നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ഇതിന്റെ ഒരു പ്രിമിറ്റീവ് സ്റ്റേജ് ഏതായിരിക്കും എന്നാണ് ടീച്ചർക്ക് തോന്നിയിട്ടുള്ളത്? ഇതിന്റെ ഒരു തുടങ്ങാനുണ്ടായിരുന്ന കല അത് ഇപ്പൊ കൃഷ്ണാട്ടത്തിന്റെ ഒക്കെ വളരെ മുന്നേ രാമനാട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ കൂടിയാട്ടത്തിന് മുന്നേ ഏതായിരിക്കും? കൂടിയാട്ടത്തിന് മുമ്പ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കൂടിയാട്ടം എന്ന് തുടങ്ങിയെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ കുറെ ഊപോഹോപങ്ങൾ നമുക്ക് ഉണ്ട്. അത് എന്താന്ന് വെച്ചാല് കൂടിയാട്ടം ഇന്ന് നമ്മൾ കാണുന്ന കൂടിയാട്ടം എന്ന് പറയുന്നത് ക്ഷേത്രത്തിനകത്തുള്ള കൂടിയാട്ടം മുതലാണ്. പക്ഷേ നമുക്കറിയാം ക്ഷേത്രങ്ങളിൽ കൂത്തമ്പലങ്ങൾ ഉണ്ടാവുന്നത് ഏതാണ്ട്
400 വർഷം 500 വർഷത്തിന് ഉള്ളിലാണ്. അതിനു മുമ്പ് കൂത്തമ്പലങ്ങളുടെ കാലഘട്ടം അധികം പറയുന്നില്ല. അപ്പൊ എവിടെയാണ് കൂത്തും കൂടിയാട്ടവും നടന്നിരുന്നത്? അങ്ങനെ എവിടെയെങ്കിലും ആയിരിക്കാം. മാത്രമല്ല, നമുക്ക് ഇന്ന് കിട്ടുന്ന കൂടിയാട്ടത്തെ കുറിച്ച് കിട്ടിയിട്ടുള്ള ചരിത്രരേഖകൾ നോക്കുമ്പോൾ അതില് കൃത്യമായി കാലനിർണയം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള സൂചനകൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കൃത്യകാലഘട്ടം നിർണയിക്കണമെന്നുണ്ടെങ്കിൽ 15-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള നടാങ്കുശം എന്നൊരു ഗ്രന്ഥമുണ്ട്. അതില് ഇന്ന് നമ്മൾ കാണുന്ന കൂടിയാട്ടങ്ങളുടെ ഒരുപാട് കാര്യങ്ങളെ വളരെ വിമർശന ബുദ്ധിയോടുകൂടി നിരീക്ഷിച്ചിട്ടുള്ള ഒരു പണ്ഡിതൻ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് നടാങ്കുശം. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ കാലത്ത് കൂടിയാട്ടം ഇന്ന് കാണുന്ന രീതിയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പുള്ള തെളിവുകളൊക്കെ നമുക്ക് കുറെ തെളിവുകൾ മാത്രമാണ്, കൃത്യമായ ഒരു രേഖ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇതില് ഇപ്പോ എല്ലാ നമ്മുടെ അനുഷ്ഠാന നമ്മുടെ കേരളത്തിന്റെ പാരമ്പര്യ കലാരൂപങ്ങളിലെല്ലാം തന്നെ സാധാരണഗതിയിൽ വരുന്നത് പുരാണങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇതിൽ പുരാണങ്ങൾ നിന്നുകൊണ്ടാണെങ്കിൽ പോലും ജനജീവിതവുമായിട്ട് കണക്ട് ചെയ്തുള്ള ചിന്തകൾ കടന്നു വരുന്നുണ്ടോ? വിദൂഷകനാണെങ്കിൽ അത് കൂടുതൽ സാധ്യതയുണ്ട്. കാരണം വിദൂഷകൻ മാതൃഭാഷയാണ് സംസാരിക്കുക. അപ്പൊ അവർക്ക് പുരാണ കഥാപാത്രങ്ങളെ മാതൃഭാഷ മലയാളമാണ്. അതെ, ടെക്സ്റ്റിൽ പ്രാകൃതം പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രാകൃതം ഉച്ചരിച്ച് അതിന്റെ സംസ്കൃതം പറഞ്ഞ് സംസ്കൃതത്തിന്റെ മലയാളം പറയും. മലയാളത്തിലാണ് വിദൂഷകൻ അർത്ഥവ്യാഖ്യാനം നടത്തുന്നത്. അപ്പോ കൃത്യമായിട്ടും പുരാണ കഥാപാത്രങ്ങളെയും സമകാലീന സംഭവങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് സമകാലീനായിട്ട് നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കാൻ വളരെ പെട്ടെന്ന് സഹായിക്കണമെന്നുള്ളതാണ് വിദൂഷകന് പറ്റുന്ന ഏറ്റവും വലിയൊരു ഗുണം. പക്ഷെ അഭിനയം ഇതിന്റെ തികച്ചും വിഭിന്നമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അഭിനയത്തില് ഒരുപാട് നിയന്ത്രണങ്ങൾ വേറെയുണ്ട്. പിന്നെ നമുക്ക് അഭിനയിക്കാൻ മുഖ അവയവങ്ങളും കൈയും കാലൊക്കെ ഉള്ളു, ശരീരമേ ഉള്ളൂ അഭിനയിക്കാൻ. അപ്പൊ അതിൽ നിന്നുകൊണ്ട് എങ്ങനെ സമകാലീന വ്യക്തികളെയോ അല്ലെങ്കിൽ സമകാലീന സന്ദർഭത്തിനെയോ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ കൂടിയാട്ടത്തിന് ഒരു ശാഖയുണ്ട്, ശരിക്ക് നരേഷൻ എന്നൊരു ശാഖയുണ്ട്. കഥ പറയുന്ന രീതി, നിർവഹണം എന്നാണ് അതിന് പറയുക. ആ നിർവഹണത്തിൽ വേണമെങ്കിൽ നമുക്ക് കഥാപാത്രങ്ങളെ പുനരാവിഷ്കരിക്കാനുള്ള സാധ്യത ധാരാളമുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിൽ കൂടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക. പുരുഷനായാലും സ്ത്രീ ആയാലും, സ്ത്രീ കഥാപാത്രങ്ങളെ പറയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പം പറയാനത്. ഇപ്പൊ മണ്ഡോദരി ആയാലും ദ്രൗപദി, സീത തുടങ്ങിയിട്ടുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മളുടെ കാഴ്ചപ്പാടിൽ കൂടെ പ്രകടിപ്പിക്കാൻ കുറച്ചും കൂടിയും സാധ്യത ഈ നിർവഹണം എന്ന പോർഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ കലാരൂപത്തിലും ഉത്തമ കഥാപാത്രം, അധമ കഥാപാത്രം അങ്ങനെ വരുന്നുണ്ടോ? പറയാം. ഇപ്പൊ നാടകത്തിന്റെ ഒരു സങ്കല്പം നോക്കുമ്പോൾ ഉത്തമം, മധ്യമം, അധമം. സീത, ദ്രൗപദി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇത്രയും കൂടെ ഒരു ഉത്തമമായിട്ട് കാണുകയും, മണ്ഡോദരി ശരിക്കും ഉത്തമം തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? മണ്ഡോദരി ഉത്തമമാണ്. ലളിതയൊക്കെ പറയുമ്പോൾ മധ്യമ കഥാപാത്രമായിട്ടാണ് പറയുക. പിന്നെ ശൂർപ്പണഖ ഒക്കെ അധമ കഥാപാത്രമായിട്ടാണ് പറയുന്നത്. അത് നാടകത്തിന്റെ പൊതുവായൊരു സങ്കല്പമാണ്. അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അതനുസരിച്ചിട്ട് ഒരു പക്ഷേ കഥാപാത്രത്തിന് കാഴ്ചയ്ക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവുന്നു. അപ്പൊ ലളിതയൊക്കെ ഒരിക്കലും എനിക്ക് ചെയ്യുമ്പോൾ ലളിത ഒരിക്കലും അധമപാത്രമോ മധ്യമപാത്രമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. ഒരേ നിലവാരത്തിലുള്ള അഭിനയ പ്രാധാന്യം. അതെ, മാത്രമല്ല നാടകം വളരെ ശ്രദ്ധാപൂർവം വായിക്കുകയാണെങ്കിൽ, ഇപ്പൊ ലളിത അവതരിക്കപ്പെടുന്ന നമുക്കുള്ള നാടകം ഉണ്ടല്ലോ, അത് വളരെ ശ്രദ്ധാപൂർവം വായിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു പുനർവായന എന്നൊക്കെ പറയാം. സ്ത്രീപക്ഷത്തു നിന്ന് പറയാൻ പാടും എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു നല്ല ഉത്തമമായിട്ടുള്ള കലാ മാതൃകയായിട്ടാണ് അങ്ങനെ നോക്കുമ്പോ തികച്ചും വളരെ നല്ല രീതിയിലാണ് അതിൽ ലളിതയുടെ എന്താ പറയുക, ലളിതയുടെ സഞ്ചാരങ്ങൾ മുഴുവൻ അത് കൃത്യമായി രംഗത്ത് അവതരിപ്പിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളത് 100% ഞാൻ ഉറപ്പ് പറയാം. ഒരിക്കലും ആ ഒരു കൺസെപ്റ്റില്ല. ഇപ്പൊ സീത കൂടെ ഉള്ളത് കൊണ്ട് മാത്രം ലളിത മധ്യമമായി പോകുന്ന ഒരവസ്ഥ. പണ്ട് സീത ഉണ്ടായിരുന്നില്ല അരങ്ങത്ത്, സീതയെ പുറപ്പെടിച്ചിരുന്നില്ല, അന്ന് ലളിത മാത്രം. പക്ഷെ അപ്പോഴും ലളിത ശ്രീരാമന്റെ അടുത്ത് പ്രണയാഭ്യർത്ഥനയായിട്ട് ചെല്ലുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അന്നത്തെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടോ എന്തോ അനുസരിച്ച് ഒരു മധ്യമ കഥാപാത്രമായിട്ട് മാറ്റി നിർത്തിയിരുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ലളിത അങ്ങനെ അല്ലാതെ
നമുക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പൊ ചെറിയൊരു ഉദാഹരണം പറയാം. മങ്ങിയാർ കൂത്തില് പൂതനെ അവതരിപ്പിക്കുമ്പോൾ, പൂതന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൃഷ്ണനെ കൊല്ലാൻ വരണ ഭയങ്കരമായിട്ടുള്ള ഒരു രാക്ഷസി എന്നുള്ളൊരു സങ്കല്പമാണ് ശരിക്ക്. പക്ഷെ പൂതനാ മോക്ഷം ശരിക്ക് ഉള്ളറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ പൂതനെ നമുക്ക് പല തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഒട്ടും ആവാത്തൊരു കാലഘട്ടത്തിൽ തന്നെ, ഇപ്പോഴും അങ്ങനെയല്ല പറയണേ, പക്ഷെ തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ഒരിക്കൽ പൂതനാമോക്ഷം കണ്ടിട്ട് നമ്മുടെ എഴുത്തുകാരി ഉണ്ട് KB ശ്രീദേവി, അതെ തൃശ്ശൂര്, അവര് കണ്ടു കഴിഞ്ഞ ഉടനെ എന്റെ അടുത്തല്ല പറയണേ, ആശാന്റെ അടുത്ത് ചെന്നിട്ട് അവര് പറഞ്ഞൊരു വാചകം എനിക്ക് ഇപ്പോഴും ഉള്ളിലുണ്ട്. അത് മുതൽക്കാണ് ശരിക്കും ഞാനിങ്ങനെ പരീക്ഷണത്തിന് ധാരാളം സാധ്യതയുണ്ട്. വേണമെങ്കിൽ കഥാപാത്രങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനെന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെയുള്ള ഒരു ചിന്ത മനസ്സിൽ വരുന്നത്. അവര് ആശാനോട് ആദ്യം തന്നെ ചെന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ട് അവര് പറയണേ, പൂതനെ വല്ലാണ്ട് സ്നേഹിക്കാൻ തോന്നുന്നു, പൂതന എത്ര സ്നേഹമുള്ള ഒരു അമ്മയാണ് എന്ന് മനസ്സിലായിട്ടില്ല. അറിഞ്ഞു അറിയാതെയാണെങ്കിൽ പോലും ഞാൻ ടീച്ചറിന്റെ ഒരു ആദ്യമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം കണ്ടത് പൂതനാമോക്ഷമായിരുന്നു, രേണുജിയുടെ അവിടെ വെച്ചിട്ട്. ഈ പൂതനാമോക്ഷം ഇതേപോലെ തന്നെ ശരിക്കും അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുമ്പോൾ എനിക്കും തോന്നുന്നത് ശരിക്കും ഒരു കുട്ടി, ഒരു അമ്മയുടെ പ്രശ്നം തന്നെയാണ് അവിടെ വന്നത്. അല്ലാതെ ഒരു രാക്ഷസിയുടെ ഭാവം നമുക്ക് വരുന്നത് ചുമർചിത്രത്തിൽ ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. പൂതനയായിട്ട് കാണിക്കുമെങ്കിലും കുഞ്ഞു മാറത്ത് ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. എനിക്കിപ്പോ ഈ സന്ദർഭം പറഞ്ഞു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, ഞാൻ കണ്ടതാണ്. അത് കറക്റ്റാണ്, ശ്രീദേവി ടീച്ചറെ പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പൊ നമ്മള് ഇതുവരെ പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ ഈ കൂടിയാട്ടത്തിന്റെ ഗൗരവതരമായ മേഖലയിലേക്ക് പോയി. പക്ഷെ 4 ദിവസത്തെ ഏതോ ഒരു പ്രോഗ്രാമിന് വേണ്ടി അച്ഛന്റെ കൈപിടിച്ച് വേദിയിലേക്ക് കയറിയതാണ് ടീച്ചറെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് ജീവിതത്തിലെ തന്നെ എല്ലാ നിമിഷങ്ങളും ഈ കലയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ ഇടവന്നു. തമ്പുരാന്റെ ഒരു ഭാഗ്യം, തമ്പുരാൻ തന്നൊരു ഭാഗ്യം. അപ്പൊ ആ കാലഘട്ടങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ കുടുംബത്തിലെ മൂത്ത ആളായതുകൊണ്ട് കുടുംബത്തിന്റെ അടിയന്തരമായി നടക്കുന്ന കൂത്തും കൂടിയാട്ടവും ഒക്കെ അച്ഛന്റെ ചുമതലയാണ് പോയി ചെയ്യേണ്ടത്. മാത്രമല്ല ഈ പൈങ്കുള രാമചാക്യാരുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു അച്ഛൻ. അപ്പൊ അച്ഛൻ അദ്ദേഹത്തിന്റെ കൂടെ എല്ലാ സ്ഥലത്തും കൂത്തിന് ആ കാലത്ത് പോവാറുണ്ട്. മാത്രമല്ല കൂത്തിന് അരങ്ങത്തിരുന്ന് താളം പിടിക്കുന്നത് സാധാരണ സ്ത്രീകളാണ്. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകും, അവരെ ഇരുത്തിയാലും മതി, അങ്ങനെ. അപ്പൊ അച്ഛൻ, ഞാൻ ഒരേ ഒരു മകളാണ്, വളരെ വയസ്സായിട്ടുണ്ടായ ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വാത്സല്യാണ്, പോകുന്ന സ്ഥലത്തേക്കൊക്കെ കൂടെ കൊണ്ടുപോകും. അങ്ങനെ ആദ്യം മുതൽക്കേ, ഇപ്പൊ ഏതാണ്ട് ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് മുതൽക്ക് തന്നെ അരങ്ങത്തിരുന്ന് താളം പിടിക്കാൻ കൂടെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് രാമചാക്യാരെ പോലുള്ള ഒരുപാട് പ്രായമായിട്ടുള്ള കാരണവന്മാരായിട്ടുള്ള കൂടിയാട്ടത്തിലെ ആൾക്കാരെ കാണാനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അപ്പോഴേ പറയാറുണ്ട് അച്ഛനോട് പഠിപ്പിക്കണം എന്നിങ്ങനെ എപ്പോഴും പറയും. പിന്നെ അതത്ര കാര്യമാക്കി എടുത്തില്ല. ആ കാലത്ത് കൂത്തും കൂടിയാട്ടമൊന്നുമില്ല, അങ്ങേർ കൂത്ത് കേട്ടിട്ട് തന്നെ ഇല്ല അങ്ങനെ ഒന്നുണ്ട് എന്ന്. തുടർന്ന് ഒരു ഏതാണ്ട് ഒരു 10 വയസ്സ് എത്താറായപ്പോഴാണ് പൈങ്കുളത്ത് 11 ദിവസത്തെ ഒരു കൂടിയാട്ട മഹോത്സവം നടക്കുകയാണ്. അവിടെ 1ാം ദിവസം തന്നെ അച്ഛന്റെ കൂടെ ഞാനും എത്തിപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഈ 9ാമത്തെ ദിവസം ഒരു സ്ത്രീവേഷത്തിന് പുറപ്പെടണം. അത് 5 മിനിറ്റ് മാത്രമേ, വളരെ കുറച്ചേ രംഗത്ത് വേണ്ടതുള്ളൂ. മാത്രമല്ല കന്യകയാണ് പുറപ്പെടണ വേഷം. അപ്പൊ അർജുനൻ കയ്യിൽ എടുക്കണ ഒരു രംഗമുണ്ട് അതിൽ, സുഭദ്രയാണ് വേഷം. ആകാശത്തുനിന്ന് വീഴുന്ന സുഭദ്ര അർജുനൻ കയ്യിൽ മേടിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് ആ വേഷം എപ്പോഴും കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ടാണ് പണ്ട് ചെയ്യിപ്പിക്കാറ്, കയ്യിൽ എടുത്ത് നിർത്താൻ വേണ്ടി. അപ്പൊ അതെന്തോ ആ സമയത്ത് ഈ രാമചാക്യദാശൻ പറയുന്ന ഉഷയെ കൊണ്ട് ചെയ്യിപ്പിച്ചു നോക്കുക എന്ന് പറഞ്ഞ് 4 ദിവസം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഈ 9 ദിവസം അവിടെ താമസിച്ചതിന്റെ ഇടയ്ക്ക് ആദ്യത്തെ 3-4 ദിവസം വെറുതെ അടുത്തേക്ക് വിളിക്കും, മുദ്രകൾ 1-2 പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞു തന്നിട്ടാണ് ആ വേഷം ചെയ്യാനുള്ള ഒരു ഇതുണ്ടായത്. അപ്പോഴും ഇതിലേക്ക് പോകും എന്നുള്ള ചിന്തയില്ല. പിന്നീട് അത് കഴിഞ്ഞ് ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം ഇരിങ്ങാലക്കുട അമ്മന്നൂർ ചാച്ചു ചാക്യാർ സ്മാരക ഗുരുകുലത്തില് അമ്മന്നൂർ കുട്ടൻ ചാക്യാരുടെയും അമ്മന്നൂർ മാധവ ചാക്യാരുടെയും അടുത്ത് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് വന്ന് പെട്ടത്. ഒരു ഗുരുകുല വിദ്യാഭ്യാസം തന്നെയായിരുന്നു അവിടെ, ഏതാണ്ട് ഗുരുകുല സമ്പ്രദായം തന്നെ. പക്ഷേ സ്കൂൾ കോളേജും കൂടെ പോവാനുള്ള അനുവാദം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു വിദ്യാഭ്യാസം കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം.
ഇത്രയേറെ അഭിനയ പ്രാധാന്യമുള്ള ഈ കലാരൂപത്തിന് എന്തെങ്കിലും അഭിനയ സാധ്യതകളെ വെളിവാക്കുന്ന മുദ്രകളോ കാഴ്ചക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ? ഒരു വണ്ട് പറക്കുന്ന ഒരു ഭാഗമാണെങ്കിൽ എല്ലാവരും എപ്പോഴും കാണിക്കണമെന്നാണത്. എന്നാലും വണ്ട് എന്നുള്ള മുദ്ര എങ്ങനെയാണ് ചെയ്യുക? അത് ഇങ്ങനെ പറന്നു പോണതും പിന്നെ പൂവില് വന്നിരുന്ന് ഇങ്ങനെ. ഇത് വെറുതെ ഒരു ചെറിയൊരു ഭാഗം മാത്രം. ഇതേപോലെ തന്നെ വരുന്നൊരു മറ്റൊരു അവസരം ഉണ്ടല്ലോ, പാമ്പ്, ആന, സിംഹം ഇങ്ങനെ വരുന്ന ഒരു ഇത് വരുന്നില്ല, അതെങ്ങനെയാണോ പറയാം? അത് സാധാരണ വനവർണ്ണനകളൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ചെയ്യാറുള്ളതാണ്. വനത്തിൽ കാണുന്ന രംഗങ്ങള് ചിത്രീകരിക്കുമ്പോൾ നമ്മൾ അതായിട്ട് പകർന്നാടിക്കൊണ്ട് അഭിനയിക്കുന്ന ഒരു. ഞാനൊരിക്കലേ നമ്മുടെ ഗുരു ചാത്തുണ്ണിപ്പൻ കേട്ടില്ലേ, അദ്ദേഹം ഇതേപോലെ ഒരു ഒരു സദസ്സിന് മുന്നില് ആനയെയും സിംഹത്തെയും തമ്മിൽ അടികൂടുന്ന ഒരു സീൻ ചെയ്തായിരുന്നു. അത് അദ്ദേഹം മൃണാളിനി സാരാഭായിയുടെ കൂടെ നടന്നിരുന്ന കാലഘട്ടത്തിൽ വളരെ ഗംഭീരമായിട്ട് വേദികളിൽ അവതരിപ്പിച്ചിരുന്ന ഒരു ഒരു ഇതായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ കൂടിയാട്ടത്തിൽ ഈ ആനയും സിംഹവും തമ്മിൽ അടികൂടുന്നത് കാണിക്കാറുണ്ടോ? അജഗരകബളിതം എന്നൊക്കെ അതിന് പേര് പറയാം. വനത്തിൽ മേഞ്ഞു നടക്കുന്ന ഒരാന, ആ ആന ക്ഷീണിച്ചുറങ്ങുന്ന സമയത്ത് ഒരു ഗുഹയെന്ന് പെരുമ്പാമ്പ് വന്ന് ആനയുടെ കാല് കടിച്ചിട്ട് വിഴുങ്ങുന്നു. ആ സമയത്ത് ആന ഉണർന്ന് ശബ്ദം ഉണ്ടാക്കുന്നു, വിടിയിക്കാൻ പറ്റാതെ ശബ്ദം ഉണ്ടാക്കുന്നു. ഗർജനം കേട്ടിട്ട് സിംഹം ചാടി കൊമ്പുമ്മ ഇരുന്ന് മസ്തകം തല്ലി പിളർന്ന് രക്തം കുടിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ അഭിനയിക്കാറുണ്ട്. അങ്ങനത്തെ അങ്ങനെ എന്തെങ്കിലും ഒരു അതിനെ കുറിക്കുന്ന ഒരു ശ്ലോകം കൂടിയാട്ടത്തിൽ ചെയ്യാറുള്ള ആ ശ്ലോകം ഞാൻ ചൊല്ലി കാണിക്കാം എങ്ങനെയാണ്. അന്തർഗുഹോ ഓൽഗത മഹാ അജഗരാസ്യ ദംഷ്ട്രാ വ്യാകൃഷ്ടപാദ മൂരു ഗർജിത മേ സിംഹ അങ്ങനെ പോകുന്ന ഒരു ശ്ലോകത്തിന്റെ ആട്ടായിട്ടാണ് ഈ അജഗരകബളിതം അഭിനയിക്കാറുള്ളത്. പിന്നെ പാരമ്പര്യമായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞു, ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെ ഈ മേഖലയിൽ തന്നെ സഞ്ചരിച്ചു. ജീവിത പങ്കാളിയായിട്ട് വന്ന അദ്ദേഹവും ഈ മേഖലയിൽ തന്നെ വർദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോ അദ്ദേഹം ഏത് കാലഘട്ടം തുടങ്ങിയാണ് ടീച്ചറുമായിട്ട് സഹകരിച്ച്? കല്യാണത്തിന് മുമ്പുണ്ടായിരുന്നോ അതല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമാണോ ഈ ഫീൽഡിലേക്ക് വരുന്നത്, നിങ്ങൾ ഒരുമിച്ച് കാണുന്നത്? അദ്ദേഹം കലാമണ്ഡലത്തിലാണ് മിഴാവ്. കലാമണ്ഡലത്തിൽ പഠിച്ച ആളാണ്. അത് കഴിഞ്ഞ് പിന്നീട് കലാമണ്ഡലത്തിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഗുരുകുലത്തിലെ സ്റ്റാഫായിട്ട് അതെ വരികയാണ് ഉണ്ടായത്. ഒരു 12 കൊല്ലത്തോളം ഞങ്ങൾ ഒരുമിച്ച് അരങ്ങുകളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും കല്യാണം കഴിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് 97 ആണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. ഇപ്പൊ ഇതേപോലെ തന്നെ വീട് ഒരു കുടിയാട്ട കളരിയായിട്ട് മാറിയിരിക്കുകയാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഇതിലും മിഴാവിൽ ഒരുപാട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ടീച്ചർ ഈ അഭിനേത്രി എന്ന് പറയുന്നൊരു ബുക്ക് ഈ കലാലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്.
അത് കൂടാതെ ഈ ഫീൽഡിൽ ഇനി എന്താണ് പുതിയ തലമുറകൾക്ക് നൽകാനായിട്ട് ഒരു ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയിൽ ടീച്ചർ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു? ഇപ്പൊ ഞാൻ കൂടിയാട്ടത്തിലേക്ക് വരുന്ന സമയത്ത് 2, 3, 4 സ്ത്രീ വേഷങ്ങളെ രംഗത്തിലുള്ളൂ, വ്യക്തികളല്ല ഞാൻ പറയണേ, സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് കാലഘട്ടത്തിന്റെ മാറ്റം കൊണ്ടും സഹൃദയരുടെ ഇതുകൊണ്ടും ഒക്കെ കൂടിയിട്ട് അതിന് കുറെ വ്യത്യാസങ്ങൾ വരികയും അനവധി കഥാപാത്രങ്ങൾ രംഗത്ത് വരികയും ചെയ്തു. മാത്രമല്ല, ആശാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, പഞ്ചകന്യകകള് രംഗത്ത് പതിവില്ല. അപ്പോ സീത, ദ്രൗപദി, അഹല്യ, താര, മണ്ഡോദരി 5 പേരും ഇല്ല, പതിവില്ല. അങ്ങനെ വാമൊഴിയായിട്ട് കൂടിയാട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു വാക്കാണത് പഞ്ചകന്യകള്. ടീച്ചർ തന്നെ നേരത്തെ പറഞ്ഞു ലളിതയെ പോലെ തന്നെ അല്ലെങ്കിൽ മണ്ഡോദരിയെ പോലെ തന്നെ ഒക്കെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇപ്പൊ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഇവരൊക്കെ രംഗത്ത് വരുന്നുണ്ട്. ഈ രാമചാക്യാരാശാൻ തന്നെ സീതയും താരയൊക്കെ മുമ്പ് തന്നെ കൊണ്ടുവന്നിരുന്നു. മാത്രമല്ല, ഈ പഞ്ചകന്യകകൾ പാടില്ല എന്ന് പറഞ്ഞാല് രാമായണവും ഭാരതത്തിലെയും പ്രധാന കഥാപാത്രങ്ങൾ മുഴുവൻ, സ്ത്രീപാത്രങ്ങൾ മുഴുവൻ ഇല്ലാതെ രംഗത്ത് വരാൻ സാധ്യതയില്ലാണ്ടേ. പിന്നെ വളരെ കുറച്ച് പാത്രങ്ങൾക്ക് മാത്രമേ രംഗപ്രവേശം ഉണ്ടാവുള്ളൂ. ഒരിക്കലും അത്രയും ചെറിയ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ നമ്മൾ കേട്ട് പഴക്കമുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ, നങ്ങിയന്മാരുടെ അഭിനയത്തിനെ കുറിച്ചുള്ള ഒരുപാട് ഐതിഹ്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ തികച്ചും സ്ത്രീപാത്രങ്ങൾക്ക് നല്ലോണം രംഗത്ത് പ്രവർത്തിക്കാനുണ്ടായിരുന്ന ഒരു കാലം കൂടിയാട്ടത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ലിഖിതമായിട്ടുള്ളതൊന്നുമല്ല പഞ്ചകന്യകൾക്ക് പതിവില്ല. അതൊരു കൗതുകം എന്നുള്ള നിലയ്ക്ക് അന്വേഷിക്കുകയും അങ്ങനെ നോക്കിയപ്പോഴാണ് തികച്ചും അവാസ്തവികമാണ് ഈ സംഭവമെന്നും മണ്ഡോദരി പോലുള്ള കഥാപാത്രങ്ങളെ ധാരാളമായി ഒരു കാലത്ത് രംഗത്ത് ഉണ്ടായിരുന്നതിന്റെ പല തെളിവുകളും നമുക്ക് കിട്ടും. അങ്ങനെ ഇപ്പൊ ഒട്ടുമിക്കവാറും നാടകങ്ങളിലെ സ്ത്രീപാത്രങ്ങളൊക്കെ രംഗത്ത് കൊണ്ടുവന്ന ഒരു സ്ഥിതിയായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീപാത്രങ്ങൾക്ക് ഇന്ന് ഒറ്റയ്ക്കും കൂട്ടായും പ്രവർത്തിക്കാൻ വളരെ സാധ്യത കൂടിയാട്ടത്തില് ഉണ്ട്. നങ്ങ്യാർകൂത്തിലും അതിലും വലിയ സാധ്യത സ്ത്രീകൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് അത്രയും അർപ്പണ ബുദ്ധിയോടെ അല്ലെങ്കിൽ ക്ഷമിച്ച് സഹിച്ച്, ഇതൊക്കെ എനിക്ക് തോന്നുന്നത് കൂടിയാട്ടം പോലുള്ള ഒരു കലാരൂപത്തിന്റെ അഭ്യസനത്തിന് കുട്ടികൾക്ക് ഏറ്റവും അധികം ഉണ്ടാവേണ്ട ഒരാവശ്യമെന്ന് പറയുന്നത് ഈ സംഭവങ്ങളാണ്. ഇത് വ്യക്തമായും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു തലമുറയ്ക്ക് ഇതിലും കൂടുതൽ സാധ്യതകൾ, ഇതിലും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ഇതിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും വളരെ തിരക്കിനിടയില് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനൊരു സമയം കണ്ടെത്തുന്നതിലും ഒട്ടും തന്നെ സാധാരണമല്ലാത്ത ഒരു കലാരൂപത്തിലെ ഞങ്ങൾക്ക് അറിയാപ്പൊരുളുകൾ ഇത്രയും നേരം ഞങ്ങളോട് പറഞ്ഞു തരികയും ചെയ്ത, അല്ലെങ്കിൽ പുതിയ കൈവഴികളിലൂടെ ഞങ്ങളെ കൈപിടിച്ച് നയിക്കുകയും ചെയ്ത ഉഷ നങ്ങ്യാർക്ക് നമസ്കാരം. അന്തർഗുഹോ ഓൽഗത മഹാ അജഗരാസ്യ ദംഷ്ട്രാ വ്യാകൃഷ്ടപാദ മൂരു ഗർജിത മേ ഏഷ സിം